ഈ ഘട്ടത്തിൽ? ജലീൽ പുനലൂർ ഇന്ന് പിണറായി വിജയനെ പോയി കണ്ടിരുന്നു, നിയുക്ത മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞത് പഴയ സർക്കാർ നടപ്പിലാക്കിയതെല്ലാം പൊളിച്ചെഴുതുകയൊന്നുമില്ല, നല്ലത് നല്ലതായിട്ട് തന്നെ ഉൾക്കൊള്ളും, പക്ഷേ തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സഹകരണം തുടക്കത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സഹകരണം അത് ഭാവിയിലും നിലനിൽക്കും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ UDF പോലെ ഏത് വിഷയത്തിലും ചേരിതിരിവ് സൃഷ്ടിക്കാനോ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ മാറില്ല. ഞങ്ങൾ ക്രിയാത്മകമായി വിമർശിക്കും, സർക്കാരിനെ വിമർശിക്കും, ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റും. അംഗബലത്തിൽ കുറവായിരിക്കും, നിയമസഭയിലും ഞങ്ങൾ ആ ധർമ്മം പൂർത്തീകരിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ പലരും, ഇപ്പൊ ഷിയാസ് അപക്വമതിയായ കുറെ കോൺഗ്രസ് നേതാക്കൾ ജയിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് 10 വർഷക്കാലത്തെ പ്രതികാരത്തിന്റെ കണക്കുണ്ട്, അതൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു ഭരണത്തിന്റെ തുടർച്ചയാ, മുന്നണി മാറിയോ മുഖ്യമന്ത്രി മാറിയോ എന്നുള്ളതല്ല, ആ ഒരു സംവിധാനം തുടർന്നു പോകും. പരിമിതികൾ ഒരുപാടുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വാതോരാതെ അട്ടഹസിച്ചവരൊക്കെ ഉണ്ട്. എന്തേ അതെന്ന്, അതൊക്കെ ഇന്ന് അവർക്ക് ന്യായീകരിക്കേണ്ടി വരും. ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ സാധിക്കും, ചക്കര വർത്തമാനങ്ങൾ നാട്ടുഭാഷയിൽ പറയാൻ സാധിക്കും. പക്ഷെ അത് എത്രത്തോളം ഉൾക്കൊള്ളുവാനോ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാനോ സാധിക്കുമെന്നുള്ളതിന് നമുക്ക് ധാരാളം മുന്നനുഭവങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ ഇച്ഛാശക്തി എന്ത് പോരായ്മകളുണ്ടെങ്കിലും ഇടതുപക്ഷ സർക്കാരുകൾ കാട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ സംഘടനാ ബലം, സംഘടനാ ശക്തി അതിന് പ്രാപ്തമാണ്. കോൺഗ്രസിന് അത് ഉണ്ടാവില്ല. 82 മുതലുള്ള കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ അതിന്റെ ഗ്രൂപ്പും ഉപഗ്രൂപ്പും തമ്മിലുള്ള തർക്കം തീർക്കാൻ പോലും പിന്നെ സമയം കിട്ടി വരില്ല. സാമ്പത്തികത്തെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ നാടിന്റെ പൊതുവികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനോ കിഫ്ബിയെ കുറിച്ച് ചർച്ച ചെയ്യാനോ ഒന്നും UDF സർക്കാരിന് സമയമുണ്ടാകുമെന്ന് കഴിഞ്ഞകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല. കാരണം പ്രശസ്ത കാരികൻ V. സാംബശിവൻ ഒരിക്കൽ തന്റെ കഥാപ്രസംഗത്തിൽ പരിഹാസത്തോടു കൂടി പറഞ്ഞു, പെട്ടെന്ന് ഒരു കക്ഷി രണ്ടായി പിളർന്നു. അപ്പോൾ 2 കക്ഷികൾ എണീറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഓരോ കഷണം വേണം മന്ത്രിസ്ഥാനം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇല്ല. അപ്പൊ പറയുന്നത് വിദ്യുത് ശക്തി ഉണ്ടല്ലോ, വിദ്യുത്തിന് ഒരു മന്ത്രി, ശക്തിക്ക് വേറൊരു വകുപ്പ് മന്ത്രി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലയോ. ഈ KC വേണുഗോപാൽ ഇന്നതായി ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പുമായിട്ട് പോകും. RC രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പുമായി പോകും. മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പുമായി പോകും. ഇതിനിടയിൽ ഗ്രൂപ്പ് പോരിനിടയിൽ സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിനിടയിൽ എവിടെയാണ് ഒരു സർക്കാരിന് ഭരിക്കാൻ സാധിക്കുന്നത്? അതിൻ്റെ ഇടയിൽ പ്രതിപക്ഷം രൂക്ഷമായ ജനാധിപത്യ സമരങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. കാരണം ഈ പറയപ്പെടുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യതയാണ്. KSRTC പല അമ്മമാരും സഹോദരിമാരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് 15-ാം തീയതി മുതൽ തിരുവനന്തപുരത്ത് നിന്ന് സൂപ്പർ ഫാസ്റ്റിൽ കയറി കാസർഗോട്ടോ കണ്ണൂരോ പോകാമെന്നാണ്. യാഥാർത്ഥ്യത്തിലേക്ക് അത് അടുക്കട്ടെ. അങ്ങനെ അടുത്താൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയാൽ ഇവിടെ സംഭവിക്കുന്നത് പ്രൈവറ്റ് ബസ് മേഖലയെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. പക്ഷെ ആ നിലയിൽ നാട്ടിലൊരു അരാജകത്വം ഉണ്ടാകാനാണ് സാധ്യത മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ.